ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ സിമ്പിളും എളുപ്പം ചെയ്യാവുന്നതുമായ ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചൈന ഗ്രാസോ ജെലാറ്റിനോ അകരകറോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ കോഫി പുഡിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. കോഫി പുഡിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂട്ടത്തിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാനും ശ്രമിക്കണേ. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. പുഡിംഗ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു പാർട്ടി വന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒക്കേഷനിൽ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ഒരു ഡെസേർട്ട് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ് നമ്മുടെ കോഫി പുഡിംഗ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോഫി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പുഡിങ്ങിനായി ആദ്യമായി ഞാൻ 500 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലോർ, അത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോഫി പൗഡർ ചേർക്കണം. അതിനായിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യണം. അത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ അല്പം പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്ത് വേണം ചേർക്കാൻ. ഞാൻ ഇതിൽ നിന്ന് അല്പം പാലെടുത്താണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ മിക്സിനെ ഈ തിളച്ച പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ മധുരത്തിന് അനുയോജ്യമായിട്ടുള്ള പഞ്ചസാര വേണം ചേർക്കാൻ. ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് ചേർക്കാം. കുറവുള്ളവർക്ക് അത് കുറച്ചും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഡെസേർട്ടൊക്കെ ആകുമ്പോൾ ഇച്ചിരി മധുരമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മുടെ പാലും കോഫി പൗഡറും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലോർ മിക്സാക്കി വെച്ചിട്ടുണ്ട്, വെള്ളവും ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്പസമയം കഴിയുമ്പോൾ ഇത് തിക്കായി തുടങ്ങും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങും. നല്ല തിളയൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ, അതായത് നല്ല തിളയൊക്കെ വന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ബട്ടർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുവാണ്. നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു നെയ്യോ ഓയിലോ പുരട്ടിയ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായി ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം അലൂമിനിയം ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തട്ട് ഉപയോഗിച്ചോ മൂടി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ നന്നായി തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 3 to 4 hours തണുപ്പിക്കാനായി വയ്ക്കാം. ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് കഴിക്കണമെന്നുള്ളവരാണെങ്കിൽ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വച്ച ശേഷം കഴിക്കാവുന്നതുമാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പുഡിങ്ങാണിത്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഏത് ഷേപ്പിലുള്ള പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്തത് ആ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ കൂടി വിതറി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോഫി പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. വെറും 4 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് സൂപ്പർ ടേസ്റ്റിലുള്ള കോഫി പുഡിംഗ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. പെട്ടെന്നൊരു അതിഥി വന്നാലോ അല്ലെങ്കിൽ തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി വന്നാലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് കൂടിയാണ് നമ്മുടെ കോഫി പുഡിംഗ്. കോഫി പൗഡറും പാലും കൊണ്ട് നമുക്ക് വളരെ രുചികരമായ രീതിയിൽ ഒരു ഹെൽത്തി കോഫി പുഡിംഗ് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.